അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ അമ്പലത്തിൽ പൂരം പ്രമാണിച്ച് പരിപാടികൾ തുടങ്ങിയിട്ടോ. ഇന്ന് തൊട്ടിട്ട് 9-ാം തീയതി തൊട്ടിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇതാ അമ്പലത്തേക്ക് പോവുകയാണ്. 9-ാം തീയതി വീരനാട്യമാണ് അമ്പലത്തിൽ നടക്കുന്നത് കേട്ടോ. ഞങ്ങളൊരു 6:45 ആകുമ്പോഴാണ് പോയത്. ഇതാ അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ. അവിടെയൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട്. 6 ടീമാണ് കളിക്കുന്നത്. ആ 6 ടീമിനുള്ള ട്രോഫി അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാഷ് പ്രൈസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ബേബിയും അവളുടെ ഫ്രണ്ടൊക്കെ അവിടെ ഇരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ സീറ്റൊക്കെ ഉറപ്പിച്ചു. ഫ്രണ്ടിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കത് കാണാനുള്ള എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. ബേബി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീരനാട്യമൊന്നും കണ്ടിട്ടില്ല, നമ്മുടെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല എന്ന്. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ വരുമ്പോൾ നമ്മൾ കാണാതിരിക്കുന്നത് എങ്ങനെയാണ്? ഓരോ ടീമും 6 ടീമും അതിഗംഭീരമായി തന്നെ കളിച്ചു. ഓരോ കുട്ടികൾക്ക് ഓരോ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു കേട്ടോ. ഓരോ ടീമിൻ്റെ ഡാൻസ് ഞാൻ ഇതിൽ അങ്ങനെ കൊടുക്കുന്നുണ്ട്. പാട്ട് കൊടുക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അതിലൊരു ടീമിൻ്റെ ഒരു കുട്ടിക്ക് കുപ്പിവളയാണ് അവരിട്ടത്. ആ കുപ്പിവള പൊട്ടിയിട്ട് ബ്ലഡൊക്കെ ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഡ്രസ്സിലും കയ്യിലും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് അവർ നല്ല നിർത്താതെ കളിച്ചു. ഇങ്ങനെയൊക്കെ കളിക്കുമ്പോൾ കൂടുതലും കുപ്പിവളകൾ ഉപേക്ഷിക്കുക. കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിങ്ങനെ അവർ അത്രയും ചാടി കളിക്കും. വീരനാട്യം പറയണത് തിരുവാതിരക്കളി പോലെയല്ലല്ലോ. അടിപൊളിയായിട്ട് ചാടി കളിക്കുക കേട്ടോ. കുട്ടികളൊക്കെ കളി കഴിഞ്ഞ് അവിടെ അങ്ങോട്ട് വീഴുക കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ മന്ത്രി MP രാജേഷ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ടീമിൻ്റെ കളി കാണുകയും ചെയ്തു. അവർക്ക് ട്രോഫിയൊക്കെ കൊടുത്തിട്ടാണ് പോണത് കേട്ടോ. പിന്നെ ഇതാ ഓരോരുത്തർക്ക് കളി കഴിയുമ്പോൾ അപ്പം തന്നെ ട്രോഫിയും അതുപോലെ തന്നെ ക്യാഷ് പ്രൈസും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കുപ്പിവളയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വീരനാട്യം കളിക്കുന്നവർ ശ്രദ്ധിക്കുക. കൈ മുറിയും. നിങ്ങളുടെ കൈയാണ്, നിങ്ങൾ തന്നെ സൂക്ഷിക്കണം. അപ്പോൾ ഇതാ എല്ലാവരുടെയും കളി നന്നായിട്ടോ. അതിൽ ലാസ്റ്റ് ടീമിൻ്റെ കളി ഒത്തിരി നന്നായി കേട്ടോ. അത് ഞങ്ങളുടെ ഇവിടെ ചാത്തനുള്ള ടീമാണേ, ധോനി തരംഗ് എന്ന് പറയും. ഈ ഒരു ബ്ലാക്കിൽ എൻ്റെ ഫ്രണ്ട് കേട്ടോ. ഇതിലാണ് ഞാൻ പറഞ്ഞത് കുപ്പിവള പൊട്ടിയിട്ട് ഒരു കുട്ടിയുടെ ബ്ലഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്ന്. പിന്നെ ആ കുട്ടി ഓക്കെ തോന്നുന്നുണ്ട്, അവിടെ നിൽക്കുന്നത് കണ്ടു. പിന്നെ ആരോടും വർത്തമാനം പറയാനൊന്നും പറ്റില്ല. ഇതിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അവളോട് പോലും എനിക്ക് വർത്തമാനം പറയാൻ പറ്റിയില്ല, കാരണം ആകെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. പിന്നെ ഇതാണ് കേട്ടോ ലാസ്റ്റ് ടീം ധോനി തരംഗ്. ഇവർ ചാലശ്ശേരി നമ്മുടെ സരസമേള ഉണ്ടായിരുന്നല്ലോ, അവിടെയൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ട് കേട്ടോ. ഇവരുടെ എല്ലാവരുടെയും കളിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അവരുടെ ഡാൻസ് ഇതുവരെയായിട്ട് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നായിരുന്നു എനിക്ക് ആ കാണാനുള്ള അവസരം കിട്ടിയത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രയും ബോറടിച്ചിരിക്കുന്ന ഒരു ടൈമായിരുന്നു. ലാസ്റ്റ് ഇവരുടെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നീ കാണണോ കാണണ്ടേ എന്നുള്ളായിരുന്നു കേട്ടോ. പക്ഷെ അത് കണ്ടിട്ടേ ഞാൻ ഫുഡ് കഴിക്കാൻ പോയുള്ളൂ. അത്രയും രസമായിട്ട് കളിച്ചു. ഞാൻ ഇൻസ്റ്റയിൽ ഇവരുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനെ പാട്ടോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് ലഘുഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു. വിശന്നിരിക്കുകയായിരുന്നു. നമ്മുടെ ഉപ്പുമാവും അതുപോലെ തന്നെ നല്ല കാപ്പിയായിരുന്നു കേട്ടോ. നല്ല സാദോട് കൂടി തന്നെ കഴിച്ചു. വിശക്കുമ്പോൾ എന്ത് നമുക്ക് പോവുമല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോകാനുണ്ട്. 10:30 ആയിട്ടോ. വേദം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ എണീറ്റിട്ട് അവൻ ഐസ്ക്രീം വേണം പറഞ്ഞു. ഇതാ പ്രിയമേമയും കുട്ടിയേട്ടനൊക്കെ ഹായൊക്കെ തരുന്നുണ്ട് കേട്ടോ. പോവുകയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോയിൽ ഉൾപ്പെടുത്തണം തന്നെയാണ് കേട്ടോ അവർ പറയണത്. പിന്നെ ഐസ്ക്രീമും വാങ്ങി തിരിച്ചു വീട്ടിലേക്ക് പോയി ഗൈസ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ.